ഹായ് ഓൾ, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ് സൗണ്ട് എന്നതിനെ പറ്റിയാണ്. വാട്ട് ഈസ് സൗണ്ട്, എന്താണ് സൗണ്ട് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്കിലിടിച്ച് സൗണ്ട് ഉണ്ടാക്കുക, പാട്ട് പാടുക, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അടുത്ത് ഉച്ചത്തിൽ അലയ്ക്കുക, ലൗഡായിട്ട് എന്ത് ചെയ്യുക, ലൗഡായിട്ട് കാര്യം പറയുക, ദേഷ്യപ്പെടുക. ഇപ്പോഴൊക്കെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യു ഹാവ് ഹിയർഡ് എ ലോട്ട് ഓഫ് സൗണ്ട്സ്. ഒരുപാട് സൗണ്ട് നിങ്ങൾ ഹിയർ ചെയ്യാൻ ദിവസം ദിവസം അറിയാറുണ്ട്. ഹോൺ അടിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ട്, പാട്ട് പാടുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കാറുണ്ട്, ലൗഡ് സ്പീക്കറിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാറുണ്ട്, മൈക്കിൽ കൂടെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ എല്ലാം നിങ്ങൾ കേൾക്കുന്ന സൗണ്ടാണ്. ഇൻ ദിസ് സെക്ഷൻ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഒരു ലൈറ്റ് ഇൻട്രൊഡക്ഷൻ തരും ഞാൻ നിങ്ങൾക്ക് എന്താണ് സൗണ്ട് എന്നതിനെ പറ്റി. ആൻഡ് സെക്കൻഡ് വൺ, ഐ വിൽ ടീച്ച് യു വാട്ട് ഈസ് സൗണ്ട്, എന്താണ് സൗണ്ട് എന്നുള്ളതിനെ പറ്റി ടീച്ച് ചെയ്യുക. ആൻഡ് തേർഡ് വൺ, വൈബ്രേഷൻ എന്താണെന്ന് സൗണ്ട് ടീച്ച് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ടീച്ച് ചെയ്യുക. ഇങ്ങനെ എത്രയും കാര്യമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, എന്താണ് സൗണ്ട് എന്നുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡീൽ ചെയ്യും. അതിനുശേഷം വാട്ട് ഈസ് സൗണ്ട്, എന്താണ് സൗണ്ട് എന്നുള്ള കാര്യം ഡീൽ ചെയ്യും. ദെൻ വാട്ട് ഈസ് വൈബ്രേഷൻ, എങ്ങനെയാണ് വൈബ്രേഷൻ വഴി സൗണ്ട് ഉണ്ടാകുക എന്ന്, എല്ലാ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ വഴിയാണെന്ന് ലേറ്റർ ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ദ മീഡിയം ഓഫ് സൗണ്ട്, എന്തൊക്കെയാണ് സൗണ്ടിന് ട്രാവൽ ചെയ്യാനുള്ള മീഡിയം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. എന്താണ് സൗണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടുപോകാം. അല്ലേ, ഇങ്ങനത്തെയുള്ള ഒരു സാധനം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും. എന്താണ് സൗണ്ട്? ഒരു ലയൺ റോർ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് സൗണ്ടാണ്. അതുപോലെ തന്നെ നെഞ്ചിക്കുൾ പെയ്തിടും മാമഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ്. ഇനി വാട്ടർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴും നിങ്ങൾ കേൾക്കുന്ന സൗണ്ടാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ്. വെള്ളം വന്ന് റോക്സിൽ വീഴുമ്പോൾ അതും കേൾക്കുന്നത് സൗണ്ടാണ്. എല്ലാം നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? സൗണ്ടാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മോറോവർ സൗണ്ട് ഹെൽപ്സ് അസ് ടു കമ്മ്യൂണിക്കേറ്റ്, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതും ആരാണ്? സൗണ്ടാണ്. ഇനിയും എൻ്റെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, വാട്ട് പ്രൊഡ്യൂസസ് ദ സൗണ്ട്, എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക? അതിന് നമുക്ക് സിമ്പിളായിട്ടൊരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട് അലയ്ക്കാൻ, അപ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്, അല്ലേ? അപ്പോൾ അതാണ് ഉത്തരം. അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് വാട്ട് ഈസ് സൗണ്ട്, എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ഇങ്ങനത്തുള്ള വൈബ്രേഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇങ്ങനെയുള്ള സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ബാസ് ഒക്കെ ഉണ്ടാകുന്നത് വൈബ്രേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈബ്രേഷൻസ് നിങ്ങളെല്ലാവരും കണ്ടു കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോണാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. സൈലന്റ് ആയി ഇടുമ്പോൾ ഫോൺ നിങ്ങളെ പോക്കറ്റിൽ ഇരുന്ന് എന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും, അല്ലേ? ദിസ് ഇസ് വൈബ്രേഷൻ. ഇതിനെ നമുക്ക് എന്തൊരു പേരിട്ട് വിളിക്കാനായിട്ട് പറ്റും? വൈബ്രേഷൻ എന്ന പേരിട്ട് വിളിക്കാനായിട്ട് പറ്റും, അല്ലേ? എന്താണ് ഇനി വൈബ്രേഷൻ എന്ന് ചോദിച്ചാൽ, എല്ലായിടത്തും നിങ്ങൾ വൈബ്രേഷൻസ് ആണ് കാണുക, അല്ലേ? ഡെസ്കിൽ നിങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ആ ഡെസ്ക് ഇരുന്ന് ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നോക്കിയാൽ നിങ്ങളൊരു ഇരുമ്പിന്റെ കഷ്ണത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനലിനകത്ത്, വീട്ടിലെ ജനലിലൊക്കെ ചെന്നൊന്ന് ഇടിച്ചു നോക്കുമ്പോൾ അതും വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി എന്താണ് വൈബ്രേഷൻ എന്നാണ് പറയാനായിട്ട് പോകുന്നത്? ടു ആൻഡ് ഫ്രോ ഓർ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിലേക്കും പുറകിലേക്കും ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്നറിയോ? ഒരു വൈബ്രേഷൻ എന്ന് വിളിക്കുന്നതെന്ന് വരിക. അതെ സാറെന്തിനാ ഇവിടെ വൈബ്രേഷന്റെ കാര്യം പറഞ്ഞത്? വൈബ്രേഷനും സൗണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വൈബ്രേഷനും സൗണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ബന്ധത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് ഒന്ന് പിടിച്ചു നോക്കിയേ കയ്യിൽ. ഒരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്തു, വളരെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്, പൊട്ടിപ്പോകാത്ത രീതിയിൽ വളരെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഹാൻഡിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം അതൊന്ന് എന്താ പറയുക, നേരത്തെ കാണിച്ചതുപോലെ അതെന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ആട്ടി വിടുക, ഒന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തി നോക്കി. അപ്പൊ നിങ്ങൾ ചെറുതായിട്ടൊരു സൗണ്ട് കേൾക്കും. ഇസ് ദാറ്റ് എ വൈബ്രേഷൻ? ഇതിനെ നമുക്കൊരു വൈബ്രേഷൻ എന്ന് വിളിച്ചൂടെ? ആ വൈബ്രേഷൻ വഴി അവിടെ സൗണ്ട് ഉണ്ടായില്ലേ, ഇല്ലേ? റബ്ബർ ബാൻഡ് ഒന്ന് കയ്യിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തി നോക്കുക. അതിനെയല്ലേ നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കുക. വൈബ്രേഷൻ മീൻസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിലേക്കും പുറകിലേക്കും പോകുന്നതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിച്ചത്. ഇവിടെ റബ്ബർ ബാൻഡ് ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം അതിനകത്തൊന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ അവിടെ നടക്കുന്നത്. നമ്മൾ കൈ കൊണ്ടൊന്ന് അതിനകത്ത് ആട്ടി വിടുമ്പോൾ ടു ആൻഡ് ഫ്രോ ഫ്രണ്ടിലേക്കും പുറകിലേക്കും അല്ലേ റബ്ബർ ബാൻഡ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് പ്രൊഡ്യൂസസ് എ സൗണ്ട്. അതെന്താ അത്ഭുതകരമായിട്ട് അതെന്ത് ചെയ്യുന്നു? ഒരു സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു സൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനർത്ഥം വൈബ്രേഷൻസ് പ്രൊഡ്യൂസസ് ദ സൗണ്ട്. സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തത്? ദ വൈബ്രേഷൻസ് പ്രൊഡ്യൂസസ് ദ സൗണ്ട്. വൈബ്രേഷൻസ് ആണ് ഇവിടെ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തത്? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും.
അതെ, ഇച്ചിരി പ്രായമുള്ള മനുഷ്യൻ, അതായത് നിങ്ങളെ പോയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവരും പ്രായമുള്ളവരാണ്. ഇനി അപ്പുറത്തിരിക്കുന്ന നിതിൻ സാറല്ലേ, കൊച്ചു പയ്യനാണല്ലേ, അദ്ദേഹത്തിന്റെ സൗണ്ടും നിങ്ങളുടെ സൗണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? എൻ്റെ സൗണ്ടും നിങ്ങളുടെ സൗണ്ടും തമ്മിൽ ഉണ്ട് അല്ലേ? നിങ്ങളുടെ സൗണ്ട് വളരെ എന്താണ് കട്ടിയുള്ള സൗണ്ടാണ് അല്ലേ? അതേ പക്ഷേ നിതിൻ സാറിൻ്റെ സൗണ്ടോ വളരെ മൃദുവായിട്ട് എല്ലാ ഗായകർക്ക് യേശുദാസിൻ്റെ ഒക്കെ കൂട്ടത്തുള്ള സൗണ്ടാണ് അല്ലേ? ദാറ്റ് മീൻസ് ദ സൗണ്ട് ഈസ് ഡിഫറെൻറ്റ്. രണ്ട് പേരുടെയും സൗണ്ട് എന്താണ്? നിങ്ങളുടെ സൗണ്ട് അല്ല എൻ്റെ സൗണ്ട് പോലെ ആയിരിക്കത്തില്ല എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരുടെ സൗണ്ട്. ദാറ്റ് മീൻസ് സൗണ്ട് ഈസ് ഓൾവേസ് ഡിഫർ. എന്തുകൊണ്ടാണ് ഈ സൗണ്ട് ഇങ്ങനെ ഡിഫർ ആവുന്നത്? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ലേറ്റർ ഇൻ ദ സെക്ഷൻ വി വിൽ ഡീൽ അബൌട്ട് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ സെക്ഷനിൽ അങ്ങോട്ട് പോകും തോറും നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സൗണ്ടിന്റെ ഡിഫറൻസിന്റെ കാര്യം. ഈ നോക്കിയേ, ലൗഡർ സൗണ്ട് പോലെയാണോ ലെസർ സൗണ്ട്? നിങ്ങൾ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുന്നത് പോലെയാണോ നിങ്ങളൊരു ലൗഡ് സ്പീക്കറിന്റെ കീഴിൽ ചെന്നിരുന്ന് പാട്ട് കേൾക്കുന്നത്? വിവരം അറിയും, ലൗഡ് സ്പീക്കറിന്റെ കീഴിൽ ചെന്നിരുന്ന് ഹെഡ്സെറ്റ് പോലെ പാട്ട് കേൾക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ? രണ്ട് ലൗഡ് സ്പീക്കർ എടുത്ത് ഹെഡ്സെറ്റിന് പകരം രണ്ട് ചെവിയുടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് പാട്ട് കേട്ട് നോക്കിയിട്ടുണ്ടോ? ഒരു മൂളൽ മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ. ഒരു ലെസർ സൗണ്ട് പോലെയാണോ ഒരു ലൗഡർ സൗണ്ട്? ഈസ് ലെസർ സൗണ്ട് ആൻഡ് ലൗഡർ സൗണ്ട് സിമിലിയർ? നോ. അതും ഒരു ചോദ്യമാണ്. ഇനി ഒന്ന് നോക്കിയേ, രണ്ട് ടൈപ്പ് സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനത്തുള്ള സൗണ്ടുമായിട്ട് ഫെമിലിയർ ആണ്. നമ്മൾ നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വന്നിട്ട് അനോയിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ അമ്മ വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അച്ഛൻ വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനോയിങ് സൗണ്ട് എന്താ? പഠിക്കുന്നു പറയുന്ന അനോയിങ് സൗണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് പ്ലസന്റ് സൗണ്ട്, നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത്, അത് ചിലപ്പോഴും നമുക്ക് പ്ലസന്റ് ആയിട്ട് തോന്നാറുണ്ട്. അതല്ല പ്ലസന്റും അൺപ്ലസന്റും. പ്ലസന്റ് സൗണ്ട് ഈസ് ഓൾവേസ് നമുക്ക് എപ്പോഴും എന്താണ് ഹിയർ ചെയ്യാൻ, നമുക്ക് കേൾക്കാനായിട്ട് എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള സൗണ്ടുകളെയാണ് നമ്മൾ പ്ലസന്റ് സൗണ്ട് എന്ന പേരിട്ട് വിളിക്കുക. ഇനി അനോയിങ് സൗണ്ട് എന്ന് പറഞ്ഞാലോ, ഒരാൾ നമ്മുടെ ബാക്കിൽ വന്നിരുന്ന് അങ്ങ് അലക്കുകയാണ്, നമ്മളെ ശല്യപ്പെടുത്തുകയാണ്, നമ്മളെ എന്ത് ചെയ്യാണ്, നമ്മളെ അങ്ങ് ശല്യപ്പെടുത്തുകയാണ്. ജസ്റ്റ് ലൈക്ക് വണ്ടികൾ ഹോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ അനോയിങ് സൗണ്ട്. എന്താ ഈ പ്ലസന്റ് സൗണ്ട് അനോയിങ് സൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്? അത് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്യും. ഇന്ന് നോക്കിയേ, ഈ സെഷനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ എന്താണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് കാറ്റഗറൈസ് ചെയ്താൽ, ഒന്ന്, വൈബ്രേറ്റിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് സൗണ്ട്. നമ്മൾ ആദ്യം ഈ സെക്ഷനിൽ ക്യാരി ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത് വൈബ്രേറ്റിംഗ് ബോഡീസ് പ്രൊഡ്യൂസസ് സൗണ്ട്. ഒന്ന്, അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ വൈബ്രേറ്റിംഗ് ബോഡീസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെയാണ് അവർ എന്ത് ചെയ്യുക, ഈ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമ്മൾ പഠിക്കും. രണ്ട്, മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഏത് മീഡിയത്തിൽ കൂടിയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള മീഡിയം, ഇതിനെ പറ്റിയാണ് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൂന്ന്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ. ഒരു സാധനം ചുമ്മാതങ്ങ് വൈബ്രേറ്റ് ചെയ്യല്ല, അതിന് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. ആ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം ലൗഡ്നെസ് ആൻഡ് പിച്ച്. എന്താണ് ലൗഡ്നെസ്, എന്താണ് ശബ്ദം ഉയർത്തി സംസാരിക്കുക അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് പോലെ ഉണ്ടാവുന്നത്. രണ്ട്, എന്താണ് പിച്ച്. നിങ്ങൾ ഈ സംഗീത പ്രോഗ്രാം, ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ കാണുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലവേഴ്സിനകത്തൊക്കെ എന്തോ പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, പിച്ച് ശരിയായില്ല, പാട്ട് പാടുന്നവർക്കൊക്കെ അറിയാമല്ലേ, നിങ്ങളുടെ പിച്ച് ശരിയായില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പിച്ചിന് ഒരു സയന്റിഫിക് ഡെഫിനിഷൻ ഇവിടെ കൊടുക്കാനായിട്ട് പോവുകയാണ്, വാട്ട് ഈസ് പിച്ച് എന്നതിനെ പറ്റി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഓഡിബിൾ സൗണ്ട് ആൻഡ് ഇനോഡിബിൾ സൗണ്ട്. ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമത്രേ, ചിലത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലത്രേ. അപ്പോൾ അങ്ങനത്തുള്ള സൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ ഈ സെക്ഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകും. വാട്ട് ഈസ് ഓഡിബിൾ ആൻഡ് ഇനോഡിബിൾ സൗണ്ട്. ആൻഡ് ഏറ്റവും ലാസ്റ്റിൽ എന്താണ് നോയ്സ്. നിങ്ങൾ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മേക്ക് ചെയ്യുന്ന സാധനമാണ് നോയ്സ്. അതിന് നമ്മളൊരു സയന്റിഫിക് ഡെഫിനേഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ പറ്റും ഈ നോയ്സ്. സാറ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഈ നോയ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് സൗണ്ട് ആൻഡ് വാട്ട് ആക്ച്വലി മേക്ക് എ സൗണ്ട്. എന്താണ് സൗണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വൈബ്രേഷൻസ് ആണ് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് വൈബ്രേഷൻ എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ ടു ആൻഡ് ഫ്രോ മോഷൻ. ഇത് ടു ആൻഡ് ഫ്രോ മോഷനെയാണ്, മുമ്പോട്ടും പുറകോട്ടും ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, വൈബ്രേഷൻ എന്ന് വിളിച്ചത്. ഈ വൈബ്രേഷൻസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്നറിയോ? ഒരു സൗണ്ടിന്റെ പ്രൊഡക്ഷന്, അല്ലെങ്കിൽ ഒരു സൗണ്ടിന്റെ പ്രൊഡക്ഷന് കാരണമായിട്ട് തീരുന്നത് ദിസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുക.
ഇനി നോക്കിയേ, നിങ്ങളെല്ലാവരും ഇങ്ങനത്തുള്ള പിന്നെ സാധനം കണ്ടു കാണും. ഇതിനെ ദോലക്ക് എന്നാണ് ഹിന്ദിയിൽ വിളിക്കുക. നമ്മൾ മൃദംഗം എന്ന് വിളിക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾ കണ്ടു കാണും. മൃദംഗം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറില്ലേ? ഇറ്റ് ഈസ് വെരി പ്ലസന്റ് ടു ഹിയർ. നമ്മൾ അതിന്റെ രണ്ട് സൈഡിലും അടിക്കുമ്പോൾ എന്ത് ചെയ്യും? നല്ല പ്ലസന്റ് ആയിട്ടുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അതിനെ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ തിന്നായിട്ടുള്ള മെംബ്രെയിനില്ല അല്ലെ നമ്മൾ അടിക്കുന്നത്. നിങ്ങൾ ചെണ്ടയിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ അറിയാം, അതിന്റെ മേളിൽ നമ്മൾ അതിനെ തോലെന്ന് വിളിക്കും അല്ലെ, ഒരു മെംബ്രെയിൻ ആണ്. തോലിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക മെംബ്രെയിൻ എന്നാണ്. ഒരു തിന്നായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ അതിനുണ്ട്. ആ മെംബ്രെയിനിൽ അടിക്കുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും അല്ലെ. നിങ്ങൾ നാസിക് ഡോളൊക്കെ കണ്ടു കാണാം. നാസിക് ഡോളിനകത്ത് അതിനകത്ത് അടിക്കുന്ന സമയത്ത് അല്ല, അത് വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഡ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ഡ്രമ്മിനകത്തൊക്കെ അടിക്കുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷനാണ്, ആ മെംബ്രെയിൻ്റെ വൈബ്രേഷനാണ് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയും സിത്താർ അല്ലെങ്കിൽ ഗിറ്റാർ അല്ലെങ്കിൽ സ്ട്രിങ് ഇതൊക്കെ എടുക്കുമ്പോൾ അതിന്റെ സ്ട്രിങ് ആണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ചെണ്ടയ്ക്കകത്ത് എന്തായിരുന്നു വൈബ്രേറ്റ് ചെയ്യുന്നത്? അതിന്റെ മേളിൽ ഇട്ടിരിക്കുന്ന മെംബ്രെയിൻ ആയിരുന്നു വൈബ്രേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ സ്ട്രിങ്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അതും എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? നേരത്തെ നമ്മൾ എന്ത് കണ്ടു? ഒരു മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സൗണ്ട് ഉണ്ടാവുന്നത് കണ്ടു. ഇവിടെ എന്താണ്? ഒരു സ്ട്രിങ്. ഇനി നോക്കിയേ ചില ഫ്ലൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് എന്താ? എയർ കോളമാണ്, ഒരു ഹോൾസ് ആണ് ഇതിനകത്തുള്ളത്. ആ ഹോൾസിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? മ്യൂസിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി നോക്കിയേ, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്ത ഒരു സൗണ്ടാണ് നമ്മുടെ ചെവിക്ക് ചുറ്റും ഒരു കൊതുക് വന്നിട്ട് എന്ത് ചെയ്യുക? ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞൊരു മൂളല്. അതിന്റെ വിങ്സ് ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതിന്റെ വിങ്സ് ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഫ്ലാപ്പിംഗ് ഓഫ് വിങ്സ്, അതിന്റെ ചിറകിട്ടടിക്കുന്നതിന്റെ സൗണ്ടാണ് നമ്മൾ അവിടെ വൈബ്രേഷൻ ആയിട്ട് കേൾക്കുന്നത്. അല്ലാതെ എന്താ നമ്മുടെ ആംബുലൻസ് പോകുന്നതിന്റെ തൊട്ട് സൈറൻ ഇട്ടുകൊണ്ടാണോ കൊതുക് നമ്മുടെ ചുറ്റും പോകുന്നത്? ഒരിക്കലും അല്ല. അതിന്റെ വിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് അവിടെ കേൾക്കുന്നത്. ദാറ്റ് മീൻസ് ദ വൈബ്രേഷൻ ഓഫ് ദ വിങ്സ് പ്രൊഡ്യൂസ് സൗണ്ട്. അതിനർത്ഥം നമുക്ക് പറയാനായിട്ട് സാധിക്കും, എപ്പോഴൊക്കെ എവിടൊക്കെ വൈബ്രേഷൻസ് സംഭവിച്ചാലും ദാറ്റ് കോസസ് എ സൗണ്ട്. എപ്പോഴൊക്കെ വൈബ്രേഷൻസ് ഉണ്ടായാലും അത് എന്തിന് കാരണമായി തീരുന്നു? റിസൾട്ടിങ് ഇൻ എ പ്രൊഡ്യൂസിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത് കാരണമായിട്ട് തീരുന്നു. ദാറ്റ് മീൻസ് വെനെവർ ആൻഡ് വേറെവർ എ വൈബ്രേഷൻ ഹാപ്പൻസ്, ദെയർ ഹാപ്പൻസ് എ സൗണ്ട്. എവിടേക്കോ എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ വൈബ്രേഷൻസ് നടക്കുന്നുണ്ടോ അവിടെ എല്ലാം എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ വീട്ടിൽ അടി തരുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? ഇനി നിങ്ങളെ അടിക്കുകയല്ല, വൈബ്രേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ആ വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും അല്ലെ. സംശയം ഉണ്ടോ ആ കാര്യത്തിൽ? ഇല്ല. നമുക്ക് മുമ്പോട്ട് പോവാം. ഇങ്ങനെ നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച്, വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവർക്കും റബ്ബർ ബാൻഡ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാനായിട്ട്. എന്നിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് അതിനകത്തൊന്ന് അടിക്കാനായിട്ട് പറ്റിയ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ്. അതെന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യാണ്. വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിങ്. എന്നിട്ട് അവിടെ നിന്ന് ചെവി വെച്ച് നോക്കിയേ, എന്താണ് ആ വൈബ്രേഷൻ? നമുക്ക് ഈസി ആയിട്ട് ഹിയർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇനി നിങ്ങൾ ഒരു പാത്രം എടുക്കുക, അതിനകത്തൊന്ന് അടിച്ചു നോക്കുക. ഒരു പാത്രം എടുത്തിട്ട്, വീട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ്, പാത്രം എടുത്തിട്ട് അടിക്കാൻ. നമുക്ക് സ്പൂൺ കൊണ്ട് അടിക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല സൗണ്ട് കേൾക്കും. അപ്പൊ അമ്മ വന്ന് നല്ല ചീത്ത വിളിക്കുക, അന്നേരവും സൗണ്ട് കേൾക്കും. ചീത്ത വിളിയുടെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കിയേ, അതിനകത്ത് എന്ത് ചെയ്യാണ്? ഇനി കൈ കൊണ്ട് അതിനകത്തൊന്ന് അടിച്ചു നോക്കിയേ, എന്താ സംഭവിക്കുക? ഈ ദ സെയിം സൗണ്ടിന് വേരിയേഷൻ ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക്. ഇനി അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തൊന്ന് ഒഴിച്ചു നോക്കിയേ, ഇറ്റ്സ് ഓൾസോ പ്രൊഡ്യൂസിങ് സൗണ്ട്. ഇതും എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ആ വെള്ളം ഉള്ളപ്പോൾ ഉള്ള സൗണ്ട് ആണോ നിങ്ങൾ വെള്ളം ഇല്ലാത്തപ്പോൾ കേൾക്കുക? പാത്രത്തിനകത്ത് വെള്ളം എടുത്തൊഴിച്ചിട്ട് അതിന്റെ സൈഡിൽ ഒന്ന് തട്ടി വെക്കുമ്പോൾ ഉള്ള സൗണ്ട് ആണോ? അല്ലാത്തപ്പോൾ കേൾക്കുമോ? അല്ല. അതിനർത്ഥം നിങ്ങൾ ഇനിയും ആ വെള്ളം ഇതിനകത്ത് എടുത്തൊഴിച്ചിട്ട് അതിനകത്തൊന്ന് തട്ടി നോക്കുമ്പോൾ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സംശയം ഉണ്ടോ കാര്യത്തിനകത്ത്? ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തൊഴിച്ച് നോക്കുക. എന്നിട്ട് അതിന്റെ സൈഡിൽ, ആ പാത്രത്തിന്റെ സൈഡിൽ നിങ്ങളൊന്ന് തട്ടി നോക്കുക, ആ വെസലിന്റെ സൈഡിൽ നിങ്ങളൊന്ന് തട്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും? ഇറ്റ് പ്രൊഡ്യൂസസ് വേവ്സ്. തിരമാലകൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും പറയാനായിട്ട് പറ്റും. വൈബ്രേഷൻസ് ഓൾവേസ് പ്രൊഡ്യൂസസ് സൗണ്ട്. ഇനി എന്റെ ചോദ്യം ഇതാണ്. എനിക്ക് നിങ്ങളോട് രണ്ട് ചോദ്യമുണ്ട്. ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ സോളിഡ്? ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് സൗണ്ട് എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്നതാണ്. സൗണ്ടിന് സോളിഡ്സിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ ലിക്വിഡ്സ്? സൗണ്ടിന് ലിക്വിഡ്സിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റുമോ?
ഇതാണ് എൻ്റെ ഇന്നത്തെ 2 ചോദ്യം. നോക്കി, ഞാൻ വെള്ളം എടുക്കുകയാണ് അല്ലെങ്കിൽ സോളിഡ് എടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ക്യാൻ ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ സോളിഡ്സ് ആൻഡ് ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ ലിക്വിഡ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റ് എല്ലാ മീഡിയത്തിൽ കൂടിയും പ്രൊപ്പഗേറ്റ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെയാണോ സൗണ്ട്? അതുപോലെ തന്നെയാണോ എന്താണ് സൗണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുമോ? ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? ഒന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഹോണിബെല്ല് കണ്ടിട്ടുള്ളവരായിരിക്കും, അല്ലേ? ഹോണിബെല്ലിനകത്തൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുള്ളവരായിരിക്കും, അല്ലേ? അപ്പൊ എന്താ അവിടെ സംഭവിക്കുക? സൗണ്ട് ഏതുവഴിയാണ് ട്രാവൽ ചെയ്യുന്നത്? എയർ വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ ഹോണിബെല്ല് അടിക്കുന്ന സമയത്ത് അകത്തുള്ള എല്ലാവർക്കും ആ സൗണ്ട് കേൾക്കാം. വേറെ എന്തെങ്കിലും മീഡിയം ഉണ്ടോ അവിടെ കേൾക്കാനായിട്ട്? ഇല്ല. ഓൺലി എയർ ഈസ് എ മീഡിയം, അല്ലേ? ആരെങ്കിലും വെളിയിൽ വന്ന് ഇങ്ങനെ ഹോണിബെല്ല്, നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഹോണിബെല്ലിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇഷ്ടം, അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് ഏതൊക്കെ മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോളിഡിൽ കൂടി ട്രാവൽ ചെയ്യുമോ, ലിക്വിഡിൽ കൂടി ട്രാവൽ ചെയ്യുമോ, ഗ്യാസിൽ കൂടി ട്രാവൽ ചെയ്യുമോ? Okay, then propagation of sound through air. എയർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താ എയർ എന്ന് പറഞ്ഞ സാധനം. ഇറ്റ്സ് എ മിക്സർ ഓഫ് ഗ്യാസ്, അല്ലേ? നിങ്ങൾ ട്രെയിൻ പോകുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, കുപ്പി ഗ്ലാസ് പൊട്ടുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ പടക്കം പൊട്ടുന്നത്, ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇതെല്ലാം എവിടെ നടക്കുന്ന പ്രതിഭാസമാണ്? ഇറ്റ് ഈസ് ഓൾ ഹാപ്പനിങ് ഇൻ എയർ. എയറിൽ നടക്കുന്ന പ്രതിഭാസമാണ്, അല്ലേ? നന്നായിട്ട് ഒരു പാത്രം എടുത്ത് തറയിലിട്ടൊന്ന് പൊട്ടിച്ചു നോക്കിയേ, ആ എയറിൽ കൂടി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അത്, അല്ലേ? അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചീത്തവിളി കേൾക്കും. ഇറ്റ് ഈസ് ഓൾസോ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എയർ. അമ്മയുടെ ചീത്തവിളി ഏതുവഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? എയർ വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്പലപ്പറമ്പിൽ പടക്കമൊക്കെ പൊട്ടുന്നത് ഇറ്റ് ഈസ് ഓൾസോ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എയർ. സൗണ്ട് ഇതുവഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? എയറിൽ കൂടിയാണ്. ഇത് പറയുമ്പോഴും ഓർത്തിരുന്നോണം. ഇനി നോക്കിയേ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഡൗട്ടാണ്, ഡിഡ് വാട്ടർ പ്രൊപ്പഗേറ്റ് ത്രൂ ലിക്വിഡ്? വെള്ളത്തിൽ കൂടി വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു മണി ഇതാ ഇങ്ങനെ എടുത്ത്, സാർ വെച്ചിരിക്കുന്ന പോലെ ഒരു മണി എടുത്ത് വെക്കുക. അതിന്റെ ബേസിൽ തട്ടരുത്, അടിയിൽ തട്ടാത്ത വണ്ണം ആ മണി എടുത്ത് അതിനകത്ത് വെക്കുക. എന്നിട്ട് ചെവി ഒന്ന് വെച്ചിട്ടൊന്ന് കേട്ട് നോക്കിയേ. ഷുവർലി യു ക്യാൻ ഹിയർ ദ സൗണ്ട്. നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് സൗണ്ട് വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി. വാട്ടറിൽ കൂടി ഉറപ്പായിട്ടും എന്ത് ട്രാവൽ ചെയ്യും? സൗണ്ട് ട്രാവൽ ചെയ്യും. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും, സ്റ്റെതസ്കോപ്പ്, അല്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. ഡോക്ടർ ഇങ്ങനെ നമ്മുടെ ചങ്കത്ത് പനിയൊക്കെ വെച്ച് നോക്കുന്ന സാധനം, അല്ലേ? നോക്കിയേ, ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഒരു സ്റ്റെതസ്കോപ്പ് ആണ്. ഇതുവഴി ഡോക്ടറിന്റെ ചെവിയിൽ എത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെതസ്കോപ്പ് ആണ്. മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഇവിടെ എന്താ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്? എന്താ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്? ഹിയർ സോളിഡ് ഈസ് ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. മനസ്സിലായോ? സോളിഡ് ആണ് ഇവിടെ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഒരു സോളിഡ് സബ്സ്റ്റൻസിൽ കൂടിയാണ് ഡോക്ടറുടെ ചെവിയിലേക്ക് ആ സൗണ്ട് എത്തുക. ഇനിയും സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ബെറ്റർ എക്സാമ്പിൾ ആണ്, ഒരു ഭിത്തിയുടെ ഒരു സൈഡിൽ നിങ്ങൾ ഇന്ന് ചെവി കൊണ്ട് കേട്ടു വെക്കുക, മറ്റേ സൈഡിൽ കൂട്ടുകാരൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനം വെച്ച് ചുറ്റിയേലും വല്ലതും വെച്ച് അടിക്കാനായിട്ട് പറയുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സൗണ്ട് ഷുവർലി ട്രാവൽസ് ത്രൂ സോളിഡ്. ഉറപ്പായിട്ടും സൗണ്ട് ഇതുവഴി ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, സോളിഡിൽ കൂടി ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും, സോളിഡിൽ കൂടിയും ലിക്വിഡിൽ കൂടിയും ഗ്യാസിൽ കൂടിയും ഉറപ്പായിട്ടും ട്രാവൽ ചെയ്യും? സൗണ്ട് ട്രാവൽ ചെയ്യും. അതിനർത്ഥം എനിക്ക് പിന്നെ ഒരു സംശയം, ഈ സാറിന് എപ്പോഴും അങ്ങ് ഡൗട്ടാണ്, ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ എനിത്തിങ് ആൻഡ് എവരിത്തിങ്? സൗണ്ടിന് ഈ സോളിഡ് കൂടി ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം, ഇപ്പൊ പഠിച്ചു, നമ്മൾ കണ്ടു, അല്ലെ? സോളിഡ് കൂടി സൗണ്ട് ട്രാവൽ ചെയ്യും, ഉറപ്പിച്ചു. ലിക്വിഡിൽ കൂടി ട്രാവൽ ചെയ്യും, അതും ഉറപ്പിച്ചു. ഗ്യാസിൽ കൂടിയും ട്രാവൽ ചെയ്യും. സോളിഡിൽ കൂടി ട്രാവൽ ചെയ്യും, ലിക്വിഡിൽ കൂടി ട്രാവൽ ചെയ്യും, ഗ്യാസിൽ കൂടിയും ട്രാവൽ ചെയ്യും. ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ എനിത്തിങ് ആൻഡ് എവരിത്തിങ്? എല്ലാ സാധനത്തിൽ കൂടിയും ഈ സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്കൊന്ന് കണ്ടു കളയാം. നോ. ദ ആൻസർ ഈസ് എക്സാക്ട്ലി നോ. എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് ഈസ് എ വാക്യൂം? എന്താണ് ഈ വാക്യൂം എന്ന് പറയുന്നത്? ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥ. അതായത് ഒരു ഇടത്ത് മാറ്റർ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വാക്യൂം എന്ന പേരിട്ട് വിളിക്കും. അതായത് മാറ്ററിന്റെ പ്രസൻസ് ഇല്ലാത്ത ഒരു ഏരിയയാണ് വാക്യൂം എന്ന് വിളിക്കുക. നമ്മുടെ ഔട്ടർ സ്പേസ് ഒക്കെ വാക്യൂമാണ്. നമ്മുടെ സ്പേസ്, നമ്മുടെ ബഹിരാകാശമൊക്കെ വാക്യൂമാണ്. ഈ വാക്യൂമായിട്ടുള്ള ഏരിയയിൽ നമുക്ക് എന്ത് കേൾക്കാനായിട്ട് പറ്റില്ല എന്നറിയോ? സൗണ്ട് കേൾക്കാനായിട്ട് പറ്റില്ല. നമ്മളെ ശൂന്യാകാശത്ത് പോയി നിങ്ങൾ എത്ര കരഞ്ഞാലും നിങ്ങളുടെ സൗണ്ട് വെളിയിൽ കേൾക്കില്ല. ശൂന്യാകാശത്ത് പോയി അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോയി എത്ര കരഞ്ഞാലും, ഈ സ്പേസിൽ പോയി എത്ര കരഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങളുടെ സൗണ്ട് വെളിയിൽ കേൾക്കില്ല. നിങ്ങളെ എത്ര ഞാൻ അടിച്ചാലും നിങ്ങളുടെ സൗണ്ട് എന്ത് ചെയ്യില്ല? വെളിയിൽ കേൾക്കില്ല. നിങ്ങൾ ബെല്ല് അവിടെ കൊണ്ടുപോയി അടിച്ചു നോക്കിക്കോ, ലൗഡ് സ്പീക്കർ അവിടെ കൊണ്ടുപോയി പ്രവർത്തിച്ചു നോക്കിക്കോ,
എന്താ സംഭവിക്കുക? ദ സൗണ്ട് ഡസൻ ഹിയർ, എന്ത് ചെയ്യില്ല, സൗണ്ട് ഹിയർ ചെയ്യില്ല. അപ്പോൾ ഇതാണ് വാക്യൂം എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ സൗണ്ട് ഇതുവഴി ട്രാവൽ ചെയ്യും, സോളിഡ് വഴി ട്രാവൽ ചെയ്യും, ലിക്വിഡ് വഴി ട്രാവൽ ചെയ്യും, ഗ്യാസ് വഴി ട്രാവൽ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ സൗണ്ട് ടു ട്രാവൽ ത്രൂ വാക്യൂം. വാക്യൂത്തിലൂടെ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് മീൻസ് സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഷുവർലി ഇറ്റ് നീഡ്സ് എ മീഡിയം, ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. വാക്യൂമത്തിൽ കൂടി സൗണ്ട് എന്ത് ചെയ്യില്ല? ട്രാവൽ ചെയ്യില്ല. ഓക്കെ, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്തത് ഇത്രയാണ്. വാട്ട് ഈസ് എ സൗണ്ട്? എന്താണ് ഒരു സൗണ്ട്? വാട്ട് ഈസ് എ വൈബ്രേഷൻ? എന്താണ് ഒരു വൈബ്രേഷൻ? വൈബ്രേഷൻ എന്താണെന്നുള്ളത് മറന്നു പോകരുത്. ദ ടു ആൻഡ് ഫ്രോ മോഷൻ ആൻഡ് ദാറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ റിസൾട്ടിങ് ഇൻ പ്രൊഡ്യൂസിങ് സൗണ്ട്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എവിടെ സംഭവിക്കുന്നു അവിടെ എന്തുണ്ടാവുന്നുണ്ട്? സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ സൗണ്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്? ഏതുവഴി ട്രാവൽ ചെയ്തത്? മീഡിയത്തിൽ കൂടി, ഒരു വാട്ടറിൽ കൂടി എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്? സോളിഡ് കൂടി എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്? ഗ്യാസ് ആയ എയറിൽ കൂടി എങ്ങനെയാണ് ട്രാവൽ ചെയ്തത് എന്നുള്ളത് ഈ സെക്ഷനിൽ നമ്മൾ കണ്ടു. ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ് ദ സെക്ഷൻ. താങ്ക് യു ഫോർ ഹിയറിംഗ് മൈ സെക്ഷൻ. ഇനി അടുത്തൊരു സെക്ഷനുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ, താങ്ക് യു ഓൾ.